മാന്നാർ മച്ചാൻസിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മലയാളത്തിലെ ബിഗ് സ്റ്റാർസ് ആയിട്ടുള്ള മമ്മൂക്ക, ലാലേട്ടൻ, ദിലീപേട്ടൻ, രാജുവേട്ടൻ എന്നിവരുടെ ആണെങ്കിൽ സിനിമകൾ റീസെൻ്റ് ആയിട്ട് റിലീസാകാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു വീഡിയോ ആയിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ മമ്മൂക്കയുടേതായിട്ട് ഇനി ലേറ്റസ്റ്റ് ആയിട്ട് റിലീസാകാൻ പോകുന്നത് കളം കാവൽ എന്ന് പറയുന്ന സിനിമയാണ്. അതിൽ മമ്മൂക്ക അതുപോലെ തന്നെ വിനായകൻ എന്നീ രണ്ടുപേരാണ് മെയിനായിട്ട് ലീഡ് വരുന്നത്. ഇതൊരു ആക്ഷൻ ക്രൈം ത്രില്ലർ സിനിമയാണ്. ഇതിൻ്റെ ട്രെയിലറാണ് റീസെൻ്റ് ആയിട്ട് റിലീസായിട്ടുണ്ടായിരുന്നു. കിടിലൻ ഒരു ട്രെയിലറായിരുന്നു. ആ ഒരു ട്രെയിലറിൽ തന്നെ നമ്മുടെ മമ്മൂക്കയുടെ ഒരു ചെറിയൊരു ഷോട്ടേ കാണിക്കുന്നു, ഒറ്റ ഷോട്ടേ കാണിക്കുന്നുള്ളൂ, ഒരു ഡയലോഗും ആൾ കത്തിച്ചിട്ടുണ്ട് അവിടെ. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ മമ്മൂക്ക വില്ലനായിട്ട് വരുന്നത് തന്നെയാണ്. പിന്നെ വിനായകനാണ് ഇതിലെ നായകൻ, മെയിൻ നായകനായിട്ട് വരുന്നത്. ആദ്യം വിനായകൻ്റെ റോളിൽ കാസ്റ്റ് ചെയ്തിരുന്നത് പൃഥ്വിരാജിനായിരുന്നു. പിന്നീട് കുറച്ച് പ്രശ്നങ്ങൾ കാരണമാണ് പൃഥ്വിരാജിന് ഈ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റാഞ്ഞത്. എന്തായാലും ഇതൊരു നല്ല പ്രോമിസിംഗ് ആയിട്ടുള്ള പ്രോജക്റ്റാണ്. അതിൻ്റെ ട്രെയിലർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. മമ്മൂക്കയുടെ ഒരു വില്ലൻ വേഷം നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം വില്ലൻ വേഷത്തിന് വരുമ്പോൾ ഒരു പ്രത്യേക ഒരു ഒരു ഇമ്പാക്റ്റ് ആണ് കിട്ടുന്നത്. എന്തായാലും ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നത്. ജിതിൻ കെ ജോസ് ആണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്യുന്നത്. ഈ വരുന്ന നവംബർ 27-നാണ് ഈ സിനിമ തിയേറ്ററിലേക്ക് വരുന്നത്. എന്തായാലും നല്ലൊരു സിനിമ ആയിരിക്കട്ടെ. അടുത്ത സിനിമ എന്ന് പറയുന്നത് നമ്മുടെ നന്ദകിഷോർ എന്ന് പറയുന്ന സംവിധാനത്തിൽ വരുന്ന ലാലേട്ടൻ നായകനായി വൃഷഭ എന്ന് പറയുന്ന സിനിമയാണ്. ഇതൊരു ഫാൻറ്റസി ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽ വരുന്ന ഒരു സിനിമയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ട്രെയിലറും കാര്യങ്ങളൊക്കെ വന്നിരുന്നു. ഇതിൻ്റെ അപ്ഡേറ്റ് ആദ്യം മുതൽ വന്നപ്പോഴേ സത്യം പറയുകയാണെങ്കിൽ വലിയ പ്രതീക്ഷയില്ല. കാരണം ലാലേട്ടനാണ് കിടിലം കമ്പാക്ക് കൊടുത്തിട്ട് മലയാളത്തിൽ ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന സമയത്താണ് ഇതിൻ്റെ ഒരു അപ്ഡേറ്റ് വന്നത്. അപ്പോൾ പോസ്റ്ററൊക്കെ കണ്ടപ്പോഴേ നമുക്ക് മനസ്സിലായി ഇതെങ്ങനെ വരുമെന്നുള്ളൊരു ഇത് മനസ്സിലുണ്ടായിരുന്നു. എങ്കിലും ഇതിനൊരു ടീസറാണോ ട്രെയിലറോ എന്തോ വന്നിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോഴും മനസ്സിൽ നമ്മൾ ഭയങ്കരമായിട്ട് ഒട്ടും എക്സ്പെക്ട് ചെയ്യാതെ വന്നിട്ട് ഈ ഒരു ടീസറും ട്രെയിലറും കണ്ടപ്പം വലിയ കുഴപ്പമില്ല എന്നുള്ള ലെവലിലോട്ടായി. എങ്കിലും മേക്കിംഗ് ഒക്കെ ഭയങ്കര ശോകം തന്നെ ആയിരുന്നു. പിന്നെ ലാലേട്ടനെ കാണുമ്പോഴൊരു ഇത് തോന്നുന്നുണ്ടായിരുന്നു. പക്ഷേ നമുക്കറിയത്തില്ല ഈ സിനിമ എങ്ങനെ വരുമെന്ന് അറിയത്തില്ല. എന്തായാലും ഒരു നല്ല സിനിമയായി വരട്ടെ. അദ്ദേഹം ഇപ്പോൾ നല്ല രീതിക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ സിനിമ എന്തായാലും സത്യം പറഞ്ഞാൽ വലിയ പ്രതീക്ഷയൊന്നുമില്ല. എങ്കിലും വരട്ടെ, നമുക്ക് നോക്കാം. ഈ സിനിമ ഡിസംബർ ക്രിസ്മസ് റിലീസായിട്ട് വരുന്ന സിനിമയാണ്. ഡിസംബർ 25-ന് വരുന്നത്. എന്തായാലും ഈ സിനിമയ്ക്ക് നമുക്ക് കാത്തിരുന്ന് കാണാൻ എന്താ സംഭവിക്കുന്നത്. അടുത്ത ചിത്രം എന്ന് പറയുന്നത് നമ്മുടെ ജനപ്രിയ നായകൻ ദിലീപേട്ടൻ്റെ ഒരു ചിത്രമാണ്. ബബ്ബബ എന്നാണ് സിനിമയുടെ പേര്. അപ്പോൾ ഈ ഒരു സിനിമയിൽ ദിലീപേട്ടനാണ് മെയിൻ നായകനായിട്ട് വരുന്നത്. അതേപോലെ തന്നെ ലാലേട്ടൻ ഒരു എക്സ്റ്റൻഡൽ ക്യാമിയോ റോൾ ഈ ഒരു സിനിമയിൽ വരുന്നുണ്ടെന്നുള്ളൊരു റിപ്പോർട്ടുകൾ പുറത്ത് വന്നിരിക്കുന്നത്. അത് ഒഫീഷ്യലായിട്ട് തന്നെ അവർ പറഞ്ഞിട്ടുമുണ്ട്. പിന്നെ നമ്മുടെ ദിലീപേട്ടൻ്റേതായിട്ടുള്ള ഒരു ബർത്ത്ഡേക്ക് സ്പെഷ്യലായിട്ട് ഇറങ്ങിയ ഒരു ക്ലിംസ് വീഡിയോയ്ക്കകത്താണ് ലാലേട്ടൻ്റെ അഴിഞ്ഞാട്ടം തുടങ്ങിയാലോ എന്നുള്ളൊരു വോയിസ് ഓവറുകൾ വന്നപ്പം എല്ലാവരും അത് കൺഫേം ചെയ്തു. പിന്നെ ഈ ഒരു സിനിമയാണ് ഈ വർഷത്തിൽ എനിക്ക് ഏറ്റവും ഭയങ്കരമായിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു മലയാള സിനിമ. ശരിക്കും പറഞ്ഞാൽ ദിലീപേട്ടൻ്റെ ഒരു പഴയ ഒരു പരിപാടിയായിട്ടുള്ള ഒരു ഫീല് നമുക്ക് ഈ ഒരു സിനിമ കണ്ടപ്പോൾ തോന്നി. ലുക്ക് ഉൾപ്പെടെ ഒരു പണ്ടത്തെ ഒരു വിൻറ്റേജ് ദിലീപേട്ടനെ കണ്ട പോലെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. പിന്നെ ഈ സിനിമയിലെ ആക്ഷൻ കോമഡി എന്നാണ് അവർ പറയുന്നതെങ്കിലും ഇതിലൊരു മെയിൻ ഒരു കണ്ടന്റ് ഉണ്ട്. ആ ഒരു കണ്ടന്റ് അവർ പുറത്ത് ഇതുവരെയായിട്ടും വിട്ടിട്ടില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ബബ്ബബ എന്ന് പറഞ്ഞാൽ ഭയം, ഭക്തി, ബഹുമാനം എന്നാണ് ഈ ഒരു ഫുൾ ഫോം പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കിടില സാധനമായിരിക്കും വരാൻ പോകുന്നത്. പിന്നെ എനിക്ക് എൻ്റെ ഒരു പേഴ്സണലായിട്ട് ഒരു അഭിപ്രായമുണ്ട്. ഇതിൻ്റെ ആണെങ്കിൽ കളർ ഗ്രേഡിങ് ആണെങ്കിൽ ഈ രാവിലത്തെ സ്കിന്നൊക്കെ കാണിക്കുന്ന ഒരു കളർ ഗ്രേഡിങ് എനിക്ക് ശരിക്കും അങ്ങോട്ട് ഒരു വല്ലാത്തൊരു ഫീല് തോന്നുന്നുണ്ട്. ഒരു ഇഷ്ടപ്പെട്ടില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നൈറ്റ് സീനൊക്കെ കാണിക്കുന്ന കിടില ഒരു രക്ഷയില്ലാത്ത സാധനം. പക്ഷേ രാവിലത്തെയൊക്കെ കാണിക്കുമ്പോൾ എന്തോ ഒരു വല്ലാത്തൊരു സംഭവം തോന്നുന്നുണ്ട്. അത് നമ്മുടെ തിയേറ്ററിലേക്ക് ഈ സിനിമ വരുമ്പോൾ അതൊക്കെ സെറ്റ് ചെയ്തിട്ട് കൂടെ ഇറക്കുവാണെങ്കിൽ ഒരു രക്ഷയില്ലാത്തൊരു സാധനം തന്നെ ആയിരിക്കും. എന്തായാലും ബബ്ബബ ഈ വരുന്ന ഡിസംബർ 18-ന് റിലീസാകുന്നുണ്ട്. കിടിലം ഒരു കാത്തിരിപ്പും ദിലീപേട്ടൻ്റെ കരിയറിൽ തന്നെ ഈ നിലവിൽ ഏറ്റവും കൂടുതൽ ഹൈപ്പുള്ള ഒരു സിനിമയും കൂടെയാണ് ബബ്ബബ. എന്തായാലും ഈ ഒരു സിനിമയിൽ ദിലീപേട്ടൻ്റെ ഒരു വമ്പൻ തിരിച്ചുവരവാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അടുത്ത ചിത്രം എന്ന് പറയുന്നത് നമ്മുടെ രാജുവേട്ടൻ്റെ സിനിമയാണ്. ജയൻ നമ്പ്യാർ സംവിധാനം ചെയ്ത വിലായത് ബുദ്ധ എന്ന് പറയുന്ന സിനിമയാണ്. അതിൻ്റെ ട്രെയിലർ ഇന്നലെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ലൊരു ട്രെയിലറായിരുന്നു. നമ്മൾ പക്ഷേ എല്ലാവരും പറയുന്നുണ്ട് പുഷ്പയുടെ ആ ഒരു കഥ ചിലപ്പോൾ ഇത് അതുപോലെ തന്നെ അവരെടുത്ത് വെച്ചിരിക്കുക എന്നുള്ള രീതിക്കൊക്കെ ചിലരിങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ ഈ സ്ക്രിപ്റ്റ് പുഷ്പ റിലീസ് ചെയ്യുന്നതിന് മുന്നേ ലോക്ക് ചെയ്ത സ്ക്രിപ്റ്റാണ്. അപ്പോൾ ഈ ഒരു സിനിമ സംവിധാനം ചെയ്യാനിരുന്നത് മരിച്ചുപോയ നമ്മുടെ പ്രിയപ്പെട്ട സംവിധായകനായിട്ടുള്ള സച്ചിയാണ് സംവിധാനം ചെയ്യാനിരുന്നത്. അദ്ദേഹം മരിച്ചുപോയതിന് ആ ഒരു കാരണത്താലാണ് പിന്നെ ഈ ഒരു സ്ക്രിപ്റ്റ് ഈ ഒരു ജയൻ നമ്പ്യാരുടെ കയ്യിലേക്ക് വരും. പിന്നെ അദ്ദേഹം ചെയ്യുകയും ചെയ്യുന്നത് എല്ലാവർക്കും അറിയാം. സച്ചിയുടെ ആ ഒരു സിനിമ എടുക്കുന്ന ഒരു റേഞ്ച് ലെവലും ഒക്കെ നമുക്കറിയാം. പ്രത്യേകിച്ച് സച്ചി പൃഥ്വിരാജ് കോംബോ എന്ന് പറഞ്ഞാൽ കിടിലൻ കോമ്പിനേഷനുമാണ്. അതിനെയും പുള്ളി എടുക്കുന്ന ലെവലിൽ എടുക്കാൻ പറ്റത്തില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പിന്നെ ഇതിൻ്റെ ട്രെയിലർ കണ്ടപ്പം പൃഥ്വിരാജ് കൊള്ളാം, രസമുണ്ട്. പരിപാടിയെല്ലാം ക്യാമറ വർക്കും ജെയ്ക്സ് ബിജോയുടെ BGM മ്യൂസിക്കും എല്ലാം കിടിലായിട്ടുണ്ട്. ട്രെയിലർ കട്ട്സും അടിപൊളിയായിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് നായികയുടെ ഒരു ക്യാരക്ടർ ചിലപ്പം കുറച്ചൊന്ന് പാളാൻ സാധ്യതയുണ്ട്. കാരണം
നായകനെ കുറച്ച് ഓവറായിട്ട് കുറച്ച് ഇതായിട്ടുള്ള ഒരു ക്രിഞ്ച് രീതിക്ക് പുഷ്പയ്ക്കകത്ത പോലെ തന്നെയുള്ള പുഷ്പ 2-നകത്ത് ആ ഒരു രീതിക്ക് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. നായികയുടെ കാര്യമാണ്, ഒരിക്കലും പൃഥ്വിരാജിൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. നായികയെ എനിക്ക് തോന്നുന്നു അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം കുറച്ച് ഓവറായിട്ടുള്ള നായകനെ ബിൽഡപ്പ് ചെയ്ത് കുറച്ച് ഓവറായിട്ടുള്ള രീതിക്കത്തെ ഡയലോഗും കാര്യങ്ങളൊക്കെ ശരിക്കും ക്രിഞ്ച് അടിക്കുന്നുണ്ട് കേൾക്കുമ്പോൾ. എന്തായാലും ഈ ഒരു സിനിമ നല്ലൊരു സിനിമയായിരിക്കട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ ഒരു ആക്ഷൻ പശ്ചാത്തലത്തിൽ വരുന്നൊരു സിനിമയാണ്, ഒരു മാസ് പടമൊക്കെ തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു സിനിമ തന്നെയാണ്. എന്തായാലും ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഏകദേശം ഇത്രയൊക്കെ ഉള്ളൂ. ഇപ്പം പറഞ്ഞ ലിസ്റ്റിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത് ആരുടെ സിനിമയാണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആക്ടർ ആരാണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.